ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ പാസ്പോർട്ട് റദ്ദാക്കണം എന്നൊക്കെയുള്ള ആവശ്യം വന്നിട്ടുണ്ട് ഈ സംഘാടകരുടെ. അത് സാധിക്കുന്ന കാര്യമാണോ? എങ്ങനെയാണ് താങ്കൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്? മഞ്ജുഷ, എനിക്ക് ആദ്യമായിട്ട് ആമുഖമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് പണിക്കരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊഴുന്ന മനുഷ്യനാണ്. കാരണം ഒരുപാട് ക്ഷമയുള്ള ഒരു മനുഷ്യനാണ്, എനിക്ക് അത്രയും ഇല്ല. അപ്പം അതുകൊണ്ട് ദയവായി രാഹുൽ ഈശ്വറിനോട് ഇതിനകത്ത് കയറി ഇടപെടരുതെന്ന് പറയണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ ചില കാര്യങ്ങളിൽ രാഹുൽ ഈശ്വറിന്റെ ആ വേദന എനിക്ക് മനസ്സിലാവും. കാരണം നമ്മൾ മുംബൈ ആക്രമണം എടുക്കുക, മഞ്ജുഷിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. മുംബൈ ആക്രമണം എടുക്കുക, അജ്മൽ കസബന്റെ കയ്യിൽ കുറെ ചരടും ഒക്കെ കെട്ടി പോക്കറ്റിൽ ഹിന്ദു പേരുള്ള ഐഡന്റിറ്റി കാർഡും ഒക്കെ കൊടുത്ത് ആണ് അജ്മൽ കസബിനെ ഇങ്ങോട്ട് വിട്ടത്. അതുപോലെ തന്നെ പെഹൽഗാം ആക്രമണത്തിൽ ഇതുപോലെ തന്നെ ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞു പിടിച്ചാണ് കൊല്ലുന്നത്. അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വർഗീയ ലഹള, ഹിന്ദു മുസ്ലിം വർഗീയ ലഹള ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു ഈ ക്യൂബ എന്ന് പറയുന്ന അസോസിയേഷന്റെ ഭാരവാഹികൾ മുസ്ലിംസ് അല്ല ഹിന്ദുക്കളാണെന്ന്. അപ്പൊ എനിക്കിതെല്ലാം കൂടെ ഒരു മാച്ചിങ് ആയിട്ടാണ് തോന്നുന്നത്. ഇവിടെ നമ്മൾ ടുക്കടെ ഗ്യാങ്ങിനെ എടുക്കണം. ടുക്കടെ ഗ്യാങ്ങിനെ എടുത്തിട്ട് ഭാരത് മാംഗെ ആസാദി, കേരൾ മാംഗെ ആസാദി എന്ന് പറഞ്ഞവരും മുസ്ലിം നാമധാരികളും ഹിന്ദു നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികളും ഉണ്ടായിരുന്നതിൽ. അപ്പൊ ഈ ഒരു ഗ്യാങ്ങിന് മതമല്ല പ്രശ്നം. ഇവരുടെ കയ്യിൽ ഒന്നുകിൽ ഇവരുടെ ഐഡിയോളജി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം വിദേശത്തു നിന്ന് പണം കിട്ടുന്നുണ്ടായിരിക്കാം. പിന്നെ അവിടെ വന്നേച്ച് ഇനി ഞാൻ പറയാം, ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കണമോ എന്നുള്ള ഒരു ചോദ്യം. ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കുക എന്നുള്ളത് നമുക്ക് ചാടിക്കയറിയ ഒരു ഇന്ത്യൻ പൗരന്റെ പാസ്പോർട്ട് റദ്ദാക്കാൻ പറ്റില്ല. അതിന് കാര്യമായ തെളിവുകളും കാരണങ്ങളും എല്ലാം ഉണ്ടാവണം. അവിടെ നമ്മൾ ആദ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദുബായ് UAE ഗവൺമെന്റുമായിട്ട് നല്ല ബന്ധമുള്ള സ്ഥിതിക്ക് അവിടെ ഒരു നിയമമുണ്ട്. എല്ലാവിധ ഓർഗനൈസേഷൻസിനും അസോസിയേഷൻസിനും അവിടുത്തെ ലൈസൻസ് വേണം, രജിസ്ട്രേഷൻ വേണം, അവിടുത്തെ ദുബായ് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. ഇത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ ഈ ക്യൂബ എന്ന് പറയുന്ന സാധനത്തിന് രജിസ്ട്രേഷൻ ഉണ്ടോ ദുബായിൽ? ഉണ്ടെങ്കിൽ അതിന്റെ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉണ്ടോ? ഇവർക്ക് ഇതുപോലെ ഫംഗ്ഷൻ നടത്താനുള്ള അപ്രൂവൽ ഉണ്ടോ? നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു മൈക്ക് സാങ്ഷൻ എന്ന് പറയുന്ന ഇടപാടൊന്നും അവിടെ ഇല്ല. ആ ഓർഗനൈസേഷന്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കൂടെ പിടിച്ച് അന്നേരമേ ദുബായ് ജയിലിൽ അവിടുത്തെ നിയമപ്രകാരം ആക്കണം. കാരണം അവിടുത്തെ നിയമം അവർ തെറ്റിച്ചു. രണ്ട്, സയ്യിദ് അഫ്രീദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഡിക്ലെയർഡ് എനിമിയുടെ കൺട്രിയുടെ ഒരു വലിയൊരു അവര് സെലിബ്രിറ്റി എന്ന് പറയുന്നുണ്ട്. അയാൾ സെലിബ്രിറ്റി ആയാലും പാകിസ്ഥാനിൽ എന്ത് കൊന്നുപോയാലും ഇന്ത്യക്ക് സയ്യിദ് അഫ്രീദി എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധൻ തന്നെയാണ്. അവിടെ നമുക്ക് ഇനി അഫ്രീദി അവിടെ മൈക്ക് കൊടുത്ത സമയത്ത് എന്തെങ്കിലും ഒരു പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആ ഒരു കാരണം അപ്പോൾ ഓർഗനൈസേഷൻസ് ഇയാളെ വെൽക്കം ചെയ്ത് അകത്തേക്ക് കൊണ്ടുവന്നപ്പോ തീർച്ചയായിട്ടും അവിടെ ഒരു സെഡീഷൻ ചാർജ് ഓർഗനൈസേഴ്സിനെതിരെ ചുമത്താനായിട്ടുള്ള എല്ലാ വകുപ്പുകളും കാരണങ്ങളും അവിടെ ഉണ്ട്. രണ്ടാമത്, ഈ ഇവന്റിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണൽ ഡിസ്ഹാർമണിയോ അല്ലെ ആന്റി നാഷണൽ പ്രൊപ്പഗണ്ടയോ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യക്കെതിരെ നിരന്തരം വിഷം തുപ്പുന്ന ഒരു വ്യക്തിയാണ് സയ്യിദ് അഫ്രീദി. ഏറ്റവും വലിയ ആന്റി ഇന്ത്യ അംബാസഡർ ആയിട്ടുള്ള ഒരാളെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ പ്രൊമോട്ടിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് എന്നുള്ള വകുപ്പ് പ്രകാരവും ആ ഓർഗനൈസേഴ്സിനെതിരെ അല്ലെ സംഘാടകർക്കെതിരെ നിയമ നടപടികളിലേക്ക് പോകാനുള്ള വകുപ്പുണ്ട് എന്നുള്ളതാണ് എന്റെ ചെറിയ അറിവ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ ഷാഹിദ് അഫ്രീദിയെ കൊണ്ടുവരിക വഴി, കാരണം നമുക്ക് ഇന്ത്യക്ക് അനഭിമതനായിട്ടുള്ള ഷാഹിദ് അഫ്രീദിയെ അവിടെ കൊണ്ടുവരുന്നത് വഴി എന്തെങ്കിലും കാരണവശാൽ ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ഐഡിയോളജിയോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തെളിയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻസിനെ UAPA വകുപ്പ് ചുമത്തി അന്വേഷണം നടത്തി പിടിച്ച് അകത്തിടണം. ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം, തൂക്കിക്കൊല്ലണം. ഇനി മറ്റൊരു കാര്യം, ഈ ഷഹീദ് അഫ്രീദി ദുബായിൽ വന്ന് വിസയുടെ കാറ്റഗറി ഏതാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് വിചാരിച്ചാൽ ഇത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു സ്പെഷ്യൽ വിസ കാറ്റഗറിയിലാണ് വന്നത് എന്നുണ്ടെങ്കിൽ യാതൊരുവിധ പൊളിറ്റിക്കൽ അല്ലെ ഇതുപോലെയുള്ള, കാരണം ഇവിടെ ഇത് പൊളിറ്റിക്കലാണ്. ഇന്ത്യ പാകിസ്ഥാൻ പൊളിറ്റിക്സ് അവിടെ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ല, ഇറ്റ് ഇസ് സ്റ്റിൽ ഓൺ. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഇയാൾ വന്നു, അവിടെ സംസാരിച്ചു എന്നുണ്ടെങ്കിൽ ആ ഒരു വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ ദുബായ് ഗവൺമെന്റിനും നിയമ നടപടികൾ സ്വീകരിക്കാമോ എന്നുള്ള കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്തിട്ടാണ്. അപ്പൊ ഇതിന്റെ ഓർഗനൈസേഴ്സ് ഈ ക്യൂബ എന്ന് പേരിട്ടപ്പോ തന്നെ നമുക്ക് അറിഞ്ഞുകൂടെ, ഓർഗനൈസേഴ്സ് എന്തെങ്കിലും കാരണവശാൽ ഇതുപോലുള്ള ഏതെങ്കിലും കുറ്റകൃത്യം കണ്ടു കഴിഞ്ഞാൽ ഈ രാജ്യത്തിലുള്ളവർക്ക് എല്ലാവർക്കും മാതൃകയായിട്ട്
രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരെ സാക്ഷി നിർത്തി ഇവർക്കെതിരെ ഏറ്റവും ശക്തമായ രാജ്യദ്രോഹ കുറ്റത്തിന് പിന്നെ വധശിക്ഷ വരെ കൊടുക്കാൻ വകുപ്പുള്ള ഒരു പക്ഷെ രാജ്യം രാഹുൽ പറയുന്നത് അവരിതൊന്നും അറിഞ്ഞില്ല എന്റെ എന്നാണ്. അഭിപ്രായം. അല്ലല്ല, അവര് ഇതൊന്നും ചിന്തിക്കാതെയാണ് ഇങ്ങനെ ഒരു സ്വീകരണം നൽകിയതെന്നാണ്. രാഹുൽ നേരിട്ട് ഈ സംഘാടകരുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ ആ സംഘാടകരിൽ ആരും സംസാരിക്കാൻ തയ്യാറല്ല. രാഹുൽ പറയുന്നത് അവർ പേടിച്ചിരിക്കുകയാണെന്നാണ്. പറഞ്ഞതാ, എന്നോടാണ് ചോദിച്ചത്, എന്നോടാണോ എന്നറിയില്ല. അല്ല, ഒരു മിനിറ്റ് ശ്രീ മഞ്ജുഷേ, അതിന് മറുപടി ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ശ്രീജിത്ത് പണിക്കർ ആദ്യം തന്നെ പറഞ്ഞു കുസാറ്റിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് അവിടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തലമണ്ടയില്ലാതെ കിട്ടില്ലല്ലോ. കുസാറ്റിൽ നിന്ന് പഠിച്ച് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അറിവില്ല എന്ന് പറയുന്നത്, ഐ ഡിഡ്ന്റ് നോ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു രാജ്യത്തും ഒരു കാര്യത്തിലും ഒരു എക്സ്ക്യൂസ് അല്ല. ഇവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവര് പാവങ്ങളാണെന്ന് പറയുന്നു, അറിവില്ല, ഇപ്പൊ പേടിച്ചിരിക്കുക. എടാ, ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി വരെ ആവേശത്തിന് ഒരുത്തനെ കയറി കുത്തി കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ചാകുന്നവരെ, അവനെ പിടിക്കപ്പെടുന്നവരെ അവൻ പേടിച്ച് തന്നെ ജീവിക്കും. അപ്പൊ പേടിച്ചിരിക്കുക എന്നുള്ളത് അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള, ഈ തെറ്റിന് അല്ലെങ്കിൽ നമ്മൾ മറന്നു കളയാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല യാതൊരു കാരണവശാലും. ഞാൻ പറയുന്നത് ഇവർക്ക് ഏറ്റവും തക്കതായ ശിക്ഷ, ഇവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ, ഇപ്പം UAE ഗവൺമെന്റിനെ ഇന്ത്യ അപ്രോച്ച് ചെയ്തിട്ട് ഇവരെ മുഴുവൻ തപ്പി ഇവരുടെ സിമ്പത്തൈസേഴ്സിനെ അടക്കം പിടിച്ചുകൊണ്ട് വന്നിട്ട് പരമാവധി ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി.